തുനീഷ്യൻ വിപ്ലവത്തിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇന്നു നടന്നത്. പുതിയ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിനു ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. 217 അസംബ്ലി മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ അന്നഹ്ദയും അൽബാജി ഖായിദ് സബ്സി നയിക്കുന്ന മതേതര പാർട്ടിയായ നിദാ തൂനിസുമാണ് മത്സരരംഗത്തുള്ള പ്രധാന കക്ഷികൾ. ബിൻ അലിയുടെ കാലത്ത് അധികാരത്തിലിരുന്ന ചില നേതാക്കൾ കൂടി ഉൾപ്പെടുന്നതാണ് നിദാ തൂനിസ് പാർട്ടി. തുനീഷ്യക്ക് ഇന്ന് ചരിത്ര ദിനമാണെന്ന് അന്നഹ്ദ പാർട്ടി നേതാവ് റാഷിദുൽ ഗനൂഷി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു. هذا يوم من أيام تونس، يوم تاريخي، يوم تتحقق فيه أحلام أجيال من الشهداء ومن المساجين والمشردين. اليوم البرلمان التونسي يتحقق. 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ റാഷിദുൽ ഗനീഷിയുടെ അന്നഹ്ദ പാർട്ടിയായിരുന്നു അധികാരത്തിലെത്തിയത്. രണ്ടു പ്രതിപക്ഷ നേതാക്കളുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ അന്നഹ്ദ ഭരണമൊഴിഞ്ഞു. പിന്നീട് അധികാരത്തിൽ വന്ന താൽക്കാലിക സർക്കാരാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അന്നഹ്ദക്കും നിദാ തൂനിസിനും തനിച്ച് ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അനേകം ചെറുകക്ഷികളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നുള്ള കൂട്ടുകക്ഷി സർക്കാരായിരിക്കും തുനീഷ്യയിൽ ഇനി അധികാരത്തിലെത്തുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.